ഈ സീസണിലെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായ ജിഷിനും പ്രവീണും വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് വരാൻ വേണ്ടി അവർ എയർപോർട്ടിലെത്തിയപ്പോൾ ചാനലുകാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി അവർ പറയുകയാണ്. അവർ ചോദിച്ചത് അനിമോളുടെ PR-നാണ്. അപ്പം ജിഷിനും പ്രവീണും പറഞ്ഞത് അനിമോളെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട, അവിടെ നിൽക്കുന്ന എല്ലാവർക്കും PR ഉണ്ടെന്നാണ് ജിഷിനും പ്രവീണും പറഞ്ഞത്. ഈ പറഞ്ഞ ആര്യന് വരെ PR ഉണ്ടായിരുന്നു. PR ഇല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ജിഷിനും പ്രവീണും പറഞ്ഞത് അവിടെ നിന്ന് ഔട്ടാവുന്നത് അവിടെ പ്രേക്ഷകരുടെ വോട്ട് മൂലമാണ്, അല്ലാതെ ഏഷ്യാനെറ്റോ അല്ലെ വലിയ ആൾക്കാർ വിളിച്ച് പറഞ്ഞിട്ടോ ഒന്നും ആരെ ഔട്ടാക്കത്തില്ല. അവിടെ ഡിസേർവ് ആയവർ അവിടെ നിൽക്കും, അല്ലാത്തവർ പോകും. ഓരോരുത്തരും ഔട്ടാകുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, അവർ ഔട്ടാവേണ്ടതല്ലായിരുന്നു, ബിഗ് ബോസിൻ്റെ കളിയാണ്, ഏഷ്യാനെറ്റിൻ്റെ കളിയാണ് എന്നൊക്കെ പറയും. അത് വെറും ചീപ്പ് പരിപാടിയാണെന്ന് ജിഷിനും പ്രവീണും പറയുന്നു. ബിഗ് ബോസ് ഹൗസിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ പുറത്ത് നിന്ന് PR-ന് കളിക്കാം. PR-ന് ഓരോരുത്തരുടെ സപ്പോർട്ട് ചെയ്ത് വോട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ PR-ന് ചെയ്യാം. വേറെ ബിഗ് ബോസിന് ഏഷ്യാനെറ്റിനോ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത്. ബിഗ് ബോസിൽ ഇത്ര വോട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ കയറും, പിന്നെ സേഫ് ആവും എന്നാണ്. ജിഷും പറയാം, ഞാൻ ഔട്ടാകുന്നതിൻ്റെ വെള്ളിയാഴ്ച വരെ ഞാൻ 5-ാം സ്ഥാനത്ത് നിന്നിട്ട് ആ തലേന്നാണ് ഞാൻ 5-ാം സ്ഥാനത്ത് നിന്ന് ഏറ്റവും ലാസ്റ്റ് പോയതും ലാസ്റ്റുള്ള ആൾ 5-ാം സ്ഥാനത്ത് വന്ന് ഞാൻ ഔട്ടായതും. ക്രോസ് വോട്ടിങ് ഒത്തിരി നടക്കുന്നുണ്ട്. അതിനവർ ഉദാഹരണം പറഞ്ഞത് പ്രവീൺ പറയുന്നത്, പ്രവീണിന് ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻസ് നോമിനേഷനിൽ വന്നിട്ടുണ്ടെന്ന് വെച്ചോ. അപ്പോൾ എതിരെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ, ഏറ്റവും വീക്കായ കണ്ടസ്റ്റൻസ് നോമിനേഷനിലുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്ത് അവരെ കയറ്റും. അങ്ങനെയാണ് ഈ ക്രോസ് വോട്ടിങ് നടക്കുന്നത്. അപ്പോൾ ചാനലുകാരുടെ ചോദ്യം, അപ്പോൾ സാബുമോൻ അങ്ങനെയാണോ നിന്നിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ പ്രവീൺ പറഞ്ഞ്, എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് നിന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. അത് ജിഷിനും പറഞ്ഞ് സാബുമോന് അങ്ങനെ ക്രോസ് വോട്ടിങ് കിട്ടിയിട്ടാണ്. കാരണം പ്രവീൺ പറയാം, ഞാൻ പോകേണ്ട ഒരാളെ അല്ലായിരുന്നു. അപ്പോൾ ജിഷിൻ പറയണത് ശരിയാണ്, പ്രവീൺ പോയപ്പോഴത്തേക്കും ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ തൊട്ടാണ് അൺഫെയർ എവിക്ഷൻ തുടങ്ങിയതെന്ന് പറഞ്ഞു.